ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ തന്നെ വെച്ച് നടത്തണമെന്ന ആവശ്യത്തിലുറച്ച പാക് ക്രിക്കറ്റ് ബോർഡ് ശ്രീലങ്കയിൽ പുരോഗമിക്കുന്ന ICC വാർഷിക കോൺഫറൻസിൽ അവർ നിലപാട് വ്യക്തമാക്കും. പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയില്ലെന്നും ടൂർണമെൻറ്റ് ഹൈബ്രിഡ് മാതൃകയിലാക്കണമെന്നും BCCI ആവശ്യപ്പെട്ടിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് മറ്റു വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇന്ത്യ BCCI പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്നും മത്സരം വേണമെങ്കിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ വേണമെങ്കിൽ മത്സരം ഹൈബ്രിഡ് മാതൃകയിലാക്കണമെന്നും ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ദുബായിലോ വെച്ച് ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്തണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്, BCCI ആവശ്യപ്പെട്ടത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ പോയിട്ടില്ല. അവരുമായിട്ടുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും ബയലാട്രൽ സീരീസ് എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. വിശ്വവേദികളിലെ പോരാട്ടങ്ങളിൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. വലിയ ആകാംക്ഷയായിരുന്നു ആരാധകർക്കുണ്ടായിരുന്നത്. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പങ്കെടുക്കുമോ, അതൊരു ICC ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പങ്കെടുക്കാതെ തരമില്ല എന്നായിരുന്നു. പക്ഷേ BCCI നിലപാട് കടുപ്പിക്കുകയായിരുന്നു, ഒരു തരത്തിലും പാകിസ്ഥാനിലേക്ക് ഇല്ല എന്നത്. പക്ഷേ പാകിസ്ഥാനും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അത് ഇന്ത്യയെ പാകിസ്ഥാനിൽ എത്തിക്കേണ്ട ചുമതല ICCയുടേതാണെന്നും അത് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റേതല്ല എന്നാണ് അവർ നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഒരു കാരണവശാലും ടൂർണമെൻറ്റ് ഹൈബ്രിഡ് മാതൃകയിലാക്കാനോ മറ്റ് വേദികളിലേക്ക് കൊണ്ടുപോകാനോ താല്പര്യമില്ല. അതിനായി സ്റ്റേഡിയം അടക്കം നിർമ്മിക്കുന്നതിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ വലിയ തുക ചെലവഴിച്ചു കഴിഞ്ഞു. എന്തായാലും പാകിസ്ഥാനിൽ തന്നെ വെച്ച് നടത്തണം ടൂർണമെൻ്റ് എന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാൻ മോസിൻ നഖ്വി അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് നടക്കുന്ന ICC ആനുവൽ കോൺഫറൻസിൽ ഒരു ചർച്ച ഉണ്ടായേക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 19 മുതൽ 22 വരെ, ഈ 22-ാം തീയതി വരെയാണ് ശ്രീലങ്കയിൽ വെച്ച് ഈ ആനുവൽ കോൺഫറൻസ് നടക്കുന്നത്. അതിൽ ജയ്ഷായും പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ആളുകളൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ചൂടേറിയ ചർച്ച തന്നെ ഉണ്ടാവും. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം തന്നെ ഇന്ത്യ പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനമടക്കം ഉണ്ടാവാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത്. എന്തായാലും പാകിസ്ഥാൻ വിട്ടുകൊടുക്കുന്നില്ലെന്ന് പറയുന്നു, ഇന്ത്യയും ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് ഇല്ലെന്നും പറയുന്നു. എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. നമുക്ക് ഈ ഒരു 22-ാം തീയതിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. താങ്ക് യു അനിൽ വാസുദേവ്.